ഇതൊന്നുമല്ലടാ എൻ്റെ സങ്കടം. എൻ്റെ കുട്ടീൻ്റെ മുന്നിൽ വെച്ച് പൈസ ഇല്ലെങ്കിൽ ഓളെ പൂതിയാണ്ട് മാറ്റി വെച്ചാളീന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചാണ്ട് പെടഞ്ഞുപോയി. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ചതാണ് എൻ്റെ മോള്. ആരല്ലേ അസീസക്ക? ഞാനൊന്നും ചിന്തിച്ചില്ല. അനക്കറിയില്ല എൻ്റെ കാര്യങ്ങളൊക്കെ. അസീസക്ക സാരല്ല, ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരിയായിക്കോളും. പഠിച്ചോനല്ലേ. ആ ഒരു തേട്ടത്തിൽ തന്നെയാണ് ഞാനും. അല്ല, ഇതൊക്കെ വിറ്റ് വലിച്ചാണ്ട് നിങ്ങൾ 50,000 കൈക്കൂലി കൊടുത്താണ്ട് മോളങ്ങൾ അവിടെ ചേർത്താൻ പോവാ? അല്ലാതെ ഞാൻ എന്താടാ ചെയ്യാ? നിങ്ങൾക്ക് എന്താ തീരെ തലക്ക് സുഖല്ലേ? ഒന്നുമില്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടി ഫുള്ള് A+ മേടിച്ചതല്ലേ? ആ സ്കൂളിന്റെ അഭിമാനല്ലേ കുട്ടി? എന്നിട്ട് ആ കുട്ടി 50,000 കൈക്കൂലി കൊടുത്ത് അവിടെ ചേർക്കണ? ഈ നാട്ടിൽ വേറെ എത്ര പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്? 2 കൊല്ലത്തിന് 25,000 കൂടി ഫീസ് വരൂല. ഇതെന്തൊരു കൊള്ളയാണ്. ഈ 50,000 കൊടുക്കുന്ന ക്ലാസ്സിൽ 60-70 കുട്ടികൾ പഠിക്കാണ്ടാവും. ഈ പറഞ്ഞ സ്ഥലത്താവുമ്പോ 10-20 കുട്ടികൾ ഉണ്ടാവുള്ളൂ. അവർക്ക് സുഖമായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ പറ്റും. സത്യം പറഞ്ഞാൽ അസീസക്ക, ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കണം ഇതുപോലുള്ള സ്ഥാപനങ്ങളിലാണ്. അത് വളർത്താൻ നിങ്ങളെ പോലത്തുള്ള ആൾക്കാരും. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇന്നിപ്പോ ഈ പുതിയ ടീച്ചർമാർ ഈ സ്കൂളിലൊക്കെ കയറുമ്പോ ഈ 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ട്. അതൊക്കെ ശരിയാ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനവർക്കൊരു ജോലിയും കിട്ടുന്നുണ്ടല്ലോ. പെൻഷൻ എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവന് അവർക്ക് അതിന്റെ ഇത് കിട്ടുന്നുണ്ടല്ലോ. എന്ന മാതിരിയല്ലേ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോ? എത്ര കുട്ടികളുടെ അടുത്ത് ഇതേപോലെ വാങ്ങണത്? അതൊക്കെ ശരിയാണ്. ജിന്റെ കുട്ടീനെ എവിടെങ്കിലും ഒക്കെ ഒന്ന് ചേർക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഒന്ന് ജിക്ക് ചെയ്തു തരണം. അസീസക്ക, അതൊക്കെ ഞാൻ ചെയ്തുതരാം. ഏതായാലും ഇപ്പൊ വണ്ടി വന്നാലേ ഇതിന്റെ ഒരു ആവശ്യത്തിനാണ് നിങ്ങൾ വണ്ടി കൊടുക്കണ്ട. കുട്ടിനെ ചേർത്താനുള്ള പൈസക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എത്രയെന്ന് വെച്ചാല് ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുള്ള കായൊക്കെ എൻ്റെ ഉണ്ട്. അന്നെ കണ്ടത് ഏതായാലും ഒരു മഠത്തിലായി. ആ മാനേജർ എന്നോട് 50,000 ഉറുപ്പ്യ ചോദിച്ചില്ലേ? അതിങ്ങോട്ട് ആലോചിക്കുമ്പോ എത്ര ആൾക്കാരെ ശാപം ഉണ്ടാവും ആ ചങ്ങായിക്ക്. ഇന്ന് വിദ്യാഭ്യാസം ചിലരുടെ കയ്യിൽ വെറും അഭ്യാസം മാത്രമാണ്. അതുകൊണ്ട് സമൂഹത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്ത് ഉന്നതിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം പരിമിതികളോട് പൊരുത്തപ്പെട്ട് നിശബ്ദരായി പോയ ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്.